ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ എവിടെ പോകുന്നത് ഹന്ന? നമുക്കൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ട് ഗൈസ്. സോ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ബാക്കി അടുത്തിട്ട് കണ്ടാൽ മതിയാവും. അതെ, ബാക്കി നമുക്ക് അടുത്തിട്ട് കാണാം. സോ ഇപ്പൊ നമ്മളെ സ്ഥിരമായിട്ടുള്ള മെട്രോ സ്റ്റേഷനിലല്ല. ഇവരിപ്പോൾ എങ്ങോട്ടാണ് ഈ മെട്രോ ഒക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ? നമ്മൾ പോയത് അൽസദ് മാളിൻ്റെ തൊട്ടടുത്തുള്ള ചിക്കീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഗൈസ്. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി അവിടെ ഫുഡൊക്കെ ലൈവായിട്ടാണ് അവർ കുക്ക് ചെയ്ത് കൊടുക്കുന്നുള്ള കാര്യം. സോ അങ്ങനെ നമ്മൾ ലൈവായിട്ട് കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കഴിക്കണമല്ലോ. അങ്ങനെ കുറച്ച് അധികം ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു അടുത്ത ഐറ്റംസ്. പിന്നീടാണ് മനസ്സിലായത് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റെസ്റ്റോറൻറ്റ് ആണെന്നുള്ള കാര്യം. പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ക്വാളിറ്റി മാത്രമല്ല ക്വാണ്ടിറ്റിയും അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. 4 ആൾക്കും 5 ആൾക്കെല്ലാം പോയിട്ട് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി തന്നെ എല്ലാ ഫുഡിനും അവരുണ്ടായിന്. പിന്നെ നിങ്ങളൊരു പാർട്ടിയൊക്കെ സെറ്റ് ആക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊരു ട്രീറ്റൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോക്കറ്റ് കാലിയാവാതെ ഒരു നല്ല അടിപൊളി ട്രീറ്റ് കൊടുക്കാൻ പറ്റിയ റെസ്റ്റോറൻ്റാണ്. ഒരുപാട് പേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം മസ്റ്റ് ട്രൈ ആണ്. ഇവിടെ വെച്ച് കഴിച്ചാൽ ഏറ്റവും അടിപൊളിയായിട്ട് അതിൻ്റെ ഏതാ പറയാൻ പറ്റുമോ? എത്ര ആൾക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും ഏകദേശം? ഈ ഒരു പോർഷന് ഏകദേശം ഒരു 4 ആൾക്കാർക്ക് കഴിക്കല്ലേ? അല്ലല്ലേ? സുഫി, ബാർബിക്യൂ ഏതാ ഇഷ്ടമായത്? ഇവിടെ എനിക്ക് അറബിക്കും ചിക്കീസും ആണ് തന്നത്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കി സ്പെഷ്യൽ. ഇറ്റ്സ് സോ അമേസിങ്. ഇതിന് 14 റിയാൽസാണ് വരുന്നത്. പക്ഷേ ഇന്നലെ അടിപൊളിയാണ്. കിട്ടില്ല, നല്ല അടിപൊളി. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്ര അടിപൊളി പാൽക്കപ്പം ഞാൻ കഴിച്ച 3 മാസം ലാവിലൂടെ വന്നിട്ട് കഴിച്ചിട്ടേ ഇല്ല. ഭയങ്കര അടിപൊളിയാണ്. ഇനി ജസ്റ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് തീർക്കണം അത്രേ. അപ്പം ഞങ്ങൾ തീർത്തിട്ട് തരാം.